ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ബാങ്കോക്കിൽ. ഇന്നലെ ആക്ച്വലി നല്ല ടയർഡായിരുന്നു ഗൈസ്. കാരണം നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മൾ ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പിന്നെ ഇന്നലെ നൈറ്റ് അല്ലേ, ഇവിടെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നൈറ്റ് മാർക്കറ്റ്സാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ മെയിൻ ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ ഞാൻ പോയത് വെച്ചാൽ നേരത്തെയാണ്. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് എത്തിയപ്പോൾ ഞാൻ അവിടെ ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നടക്കാൻ പോയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഇവിടെ ജോം ടീം മാർക്കറ്റ്, ബിഗ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള നൈറ്റ് മാർക്കറ്റ്സിലൊക്കെ പോയി. പക്ഷെ അവിടെയൊക്കെ ഈ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ. അപ്പോൾ ഇന്ന് പറ്റുമെന്ന് നമുക്ക്, ഇന്ന് പറ്റുവാനല്ല, ഉറപ്പായിട്ടും പോകണം. മറ്റേ വാക്കിംഗ് സ്ട്രീറ്റ് നൈറ്റിൽ പോകണം. അവിടുത്തെ നൈറ്റ് ആക്ടിവിറ്റീസൊക്കെ എന്തായാലും നമ്മൾ അറിയണമല്ലോ, അതാണ് മെയിൻ അവിടെ ഹാപ്പനിങ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കോറൽ ഐലൻഡ് ഇന്നല്ലെങ്കിൽ നാളെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഈ ജോം ടീം എന്ന് പറഞ്ഞ ബീച്ചുണ്ട്. അപ്പോൾ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് മച്ച് മോർ ചീപ്പറാണ്. പിന്നെ കോറൽ ഐലൻഡിൽ പോയി നമുക്ക് ആ കോറൽ ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാം. ബിക്കോസ് കോറൽ ഐലൻഡ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണ് ഈ പറഞ്ഞ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏതായാലും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചിട്ട് ഇവിടുത്തെ ഈ ബീച്ചിലൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ത് സംഭവം. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി നൈറ്റൊക്കെ പോയി. ഇവിടെ നമ്മുടെ ഭയങ്കര ക്രൗഡഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇവിടെ നല്ലൊരു ബീച്ചാണ്. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ ടുക്ക് എടുത്ത് മറ്റേ എന്താ പറയുന്നത്, നൈറ്റ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവിടെ പോകുന്ന ഏറ്റവും നല്ല, ടുക്ക് എടുത്ത് ട്രാവൽ ചെയ്ത് ഏറ്റവും നല്ല ജസ്റ്റ് 10 ബാത്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഒരു ഗ്രൂപ്പായിരിക്കും, നമ്മുടെ ഒരു പിക്കപ്പ് പോലത്തെ സംഭവം അതിൻ്റെ ബാക്കിലിരുന്ന്. അത് ഞാൻ ചില വീഡിയോസ് എടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇന്ന് ഞാനത് പ്രോപ്പറായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കോറൽ ഐലൻഡ് ഇല്ലെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇന്ന് നാളെയും കൂടെ 2 ദിവസം കൂടെ ഉള്ളൂ നമുക്ക്. അപ്പോൾ സെറ്റ് കേസ് ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കേസ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്ച്വലി എടുത്ത് ഇവരുടെ ഒരു സൂപ്പ് പോലത്തെ പോലത്തെ ഒരു സംഭവം എടുത്ത്, പിന്നെ ഒരു കോഫി എടുത്ത്, പിന്നെ ആസ് യൂഷ്വൽ എഗ്ഗ്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇവരുടെ ഫ്രൂട്ട്സ് മിസ് ചെയ്യല്ലേ കേസ്, കിട്ടിലും ഫ്രൂട്ട്സാണ്, നല്ല ഫ്രഷാണ്. അപ്പോൾ ആക്ച്വലി ഒരുപാട് ഉണ്ട്, ഏതാണ്ട് റൈസോ വേണ്ടൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ അധികമൊന്നും എടുത്തില്ല. അധികമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആകെപ്പാടെ പിന്നെ കഴിച്ചിട്ടൊക്കെ ഇരുന്നു പോകും. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ അങ്ങോട്ട് നടക്കാമെന്ന് വെച്ച് കഴിച്ചു. ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. അപ്പോൾ ബീച്ചിലോട്ട് പോകാം. ഇന്നലെ നൈറ്റ് ഇതൊക്കെ നൈറ്റിലാണ് ഇവിടെ ഈ ഒരു സ്ട്രീറ്റ്. ഇതും എല്ലായിടത്തും ഈ പറയുന്ന നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നൈറ്റിലാണ് ഇതെല്ലാം ആക്റ്റീവ് ആകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയതായിരുന്നു. പക്ഷെ നൈറ്റ് ആകുമ്പോൾ ഇവിടെ ആളുകൾ കൂടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ ബീച്ച് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ അവിടെ ഒരു വാക്കിന് ഇറങ്ങിയതാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യും. അപ്പോൾ മുമ്പേ പറഞ്ഞിട്ട് ഇവിടെയും വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ് കോറൽ ഐലൻഡിനെക്കാട്ടിലൊക്കെ. ജെറ്റ്സ്കിക്കൊക്കെ 1000 ബാത്തേ ഉള്ളൂ 30 മിനിറ്റ്സിന്. അപ്പോൾ കോറൽ ഐലൻഡിൽ പോയി ഇത് ചെയ്യണോ അതോ ഇവിടെ വെച്ച് ചെയ്യണോ എന്നാണ് ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ. നോക്കാം ഏതായാലും. ഇന്നിപ്പോൾ ആയാലും നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. വാട്ടർ ആക്ടിവിറ്റീസ് ഉച്ച കഴിഞ്ഞാലും കുഴപ്പമില്ല, ബിക്കോസ് ചൂടായതുകൊണ്ട്. ഇനിയിപ്പോൾ വെറുതെ സമയം കളയേണ്ട. സെഞ്ച്വറി ഓഫ് ട്രൂത്ത് ടെമ്പിളുണ്ട്, അവിടോട്ട് ആദ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പോയി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഇട്ടിരിക്കുന്നത് തന്നെ ഇട്ടോണ്ടൊക്കെ പോവാം. പിന്നെ സൺസ്ക്രീൻ ഇല്ലാതെ ഇവിടോട്ട് ഇറങ്ങുകയേ വേണ്ട ഗൈസ്. കാരണം സൺസ്ക്രീൻ ഇല്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വല്ല ചാർക്കോളായിട്ടും എടുത്ത് ബാർബിക്യൂ ഉണ്ടാക്കണം, നമ്മളെയൊക്കെ കൊള്ളത്തുള്ളൂ. വെള്ളക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ടാൻ അടിച്ചെന്ന് പറയാം, നമുക്ക് ടാൻ അടിച്ചെന്ന് പറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി നേരെ ഒരു ടുക്ക് എടുക്കാം. ടുക്ക് എടുത്ത് നമുക്ക് പോകാം. ടുക്കായിരുന്നു ഇന്നലെ മൊത്തം നമ്മുടെ സഞ്ചാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാം. ഈ കാണുന്ന വണ്ടിയാണ് ടുക്ക്. ഇത് ശരിക്കും ഒരു പിക്കപ്പാണ്. പിക്കപ്പിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിരിക്കണം. ഒരു 10 ബാത്ത് കൊടുത്തേച്ചാൽ മതി. പക്ഷെ എന്നാലും ഒരു എന്തെങ്കിലും ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നതല്ല. 10 ബാത്ത് എന്ന് പറയുന്നത് 50 സെൻസ് പോലും ഇല്ലല്ലോ. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളെ കിട്ടും. അതുകൊണ്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ വലിഞ്ഞ് കയറിയിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നത് 450 ബാത്താണ് ഒരാൾക്ക് എൻട്രി. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ആ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സാങ്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് അല്ലേ. അപ്പോൾ ഏതായാലും ടിക്കറ്റ് എടുത്താലും വേണ്ടില്ല, നമ്മളത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. രാവിലെ 8 o'clock ഇത് ഓപ്പൺ ആകത്തുള്ളൂ. ഞാൻ പിന്നെ വിചാരിച്ചു വെയിലൊക്കെ ആകുന്നതിന് മുമ്പ്
പെട്ടെന്ന് അങ്ങ് സെറ്റാക്കിയിട്ട് പോകുന്നത്. ഇന്നലെ ശരിക്കും വെയിലൊക്കെ കൊണ്ട് ആകെ ടയേർഡായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നൈറ്റ് മാർക്കറ്റിലും പോയി. നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങും ഇങ്ങനെ എല്ലാം നിരത്തി പിടിച്ച നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഈ പട്ടായ നൈറ്റ് മാർക്കറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാവരും ആളുകൾ ഭയങ്കര ഇതായിട്ട് വെച്ചേക്കുന്ന ഒരു നൈറ്റ് മാർക്കറ്റ്. അല്ലാതെ ഇഷ്ടംപോലെ നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. എലിഫൻറ്റ് റൈഡിങ്, ഹോഴ്സ് റൈഡ്, പിന്നെ സ്പീഡ് ബോട്ട്, റോയിങ് ബോട്ട്, തായ് കോസ്റ്റ്യൂംസ് ഇട്ട് നമുക്ക് പിക്ചേഴ്സ് എടുക്കാം. അപ്പോൾ അങ്ങനെ പല ഫുഡ് മസാജ് ഉണ്ട്, 100 ബാത്ത് സെറ്റ്. മസാജ് പിന്നെ ഇല്ലാത്ത പരിപാടിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു. ടിക്കറ്റ് തന്നു, പിന്നെ ഒരു ഹാൻഡിൽ റിസ്റ്റൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ചുമ്മാ കയറി കാണുമല്ലോ. ഇവർ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തന്നൊരു ടീമായിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. 9:10 അടുത്ത് സ്റ്റാർട്ടാകുന്നത്. ഇവിടെ ഉണ്ട് കേസ് ഒരു കുതിര. ഇവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ വളർത്തുന്ന കുതിരയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എലിഫൻറ്റ് റൈഡ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിനകത്തോട്ട് കയറും, അത് കയറാം. ഇവിടെ ആക്ച്വലി പല പരിപാടികളുണ്ട്. ഈ $500 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെർത്താണ്. അതിൻ്റെ ഇവിടെ ഒരു മിനി സൂ ഉണ്ട്, അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഒരു കിടിലം വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. അവിടെ വന്ന് ആദ്യം അതൊന്ന് കാണാം. പിന്നെ ഇപ്പോഴും ഇത് 1981 ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോഴും പണി നടക്കും. അപ്പോൾ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ മറ്റേ കൺസ്ട്രക്ഷൻ ഹാർഡ് ഹാറ്റൊക്കെ തന്നാണ് നമ്മളെ കയറ്റുന്നത്. അത് വെച്ചോണ്ടേ നടക്കാവും എന്നുള്ളത് അവിടെ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇതിൽ ഈ മറ്റേ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടും. വേറെ തന്നെ ഇത് വൈകി. ഇവിടുന്ന് നടന്നെങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ വീട്. പല ലാംഗ്വേജസിലുണ്ട് കേസ് ഇതിൻ്റെ. ലൈക്ക് നമ്മളെ ഒരു ഗൈഡ് അകത്തോട്ട് കൊണ്ടുപോയി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതിൽ 10 AM അറബിക്ക്, കൊറിയൻ 8:50. ഇപ്പോൾ ചൈനീസ് ആൾക്കാരെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയതേ ഉള്ളൂ 8:40. നമ്മുടെ 9:10 ഇംഗ്ലീഷ്. ആ പടുകൂട്ടൻ കെട്ടിടത്തെ ലക്ഷ്യമാക്കി 40 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം മുന്നോട്ട് നടന്നു. ഒരുപാട് പടികൾ ഇറങ്ങാനുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ പടികൾ കയറണമെന്ന് ഓർത്തപ്പോഴാണ് വള്ളിയായത്. താഴേക്കിറങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വെള്ളത്തൊപ്പി തന്നു. എനിക്കും കിട്ടിയ ഒരെണ്ണം. അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഇത് വെച്ച് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ലെന എന്നാണ് അവളുടെ പേര്. അവളോടൊപ്പം ആ പടുകൂറ്റൻ കെട്ടിടത്തെ ലക്ഷ്യമാക്കി ഞാനും ഈ 40 പേരടങ്ങുന്ന സംഘവും നടന്നു. കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയും മറ്റും അവൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ആദ്യമേ ഞങ്ങൾ ചെന്ന് കയറിയത് കുറേ കൊത്തുപണികൾ നടക്കുന്നൊരു സ്ഥലത്തേക്കാണ്. നിറയെ ആശാരിമാരാണ് അവിടെ ഉള്ളത്. നല്ല രീതിയിലുള്ള ശില്പങ്ങളാണ് അവിടെ കെട്ടിപ്പടുത്തുന്നത്. ഈ ശില്പങ്ങൾ കൊണ്ടാണ് ആ കെട്ടിടം നിർമ്മിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പണിസ്ഥലമാണ് നമ്മളവിടെ കണ്ടുവന്നത്. ലെന എല്ലാ രീതിയിലും ഞങ്ങളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം 1981 ആരംഭിച്ചത്. ഇപ്പോഴും ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ വീണ്ടും ലെന അവിടുത്തെ കെട്ടിടങ്ങൾ എങ്ങനെയാണ് പണി കഴിച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങളോട് പറയാൻ തുടങ്ങി. മറ്റുള്ളവരുടെ എല്ലാം ശ്രദ്ധ ആ കെട്ടിടത്തിലേക്ക് ആയി മാറിയപ്പോൾ എൻ്റെ ശ്രദ്ധ ലെനയിലേക്ക് മാത്രമായി തിരിഞ്ഞു. ലെന വീണ്ടും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 500 ബാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നഷ്ടമായി നിങ്ങൾ കാണേണ്ട കാര്യമില്ല. കാരണം നമ്മളോടൊപ്പമുള്ള ഗൈഡ് ഇതെല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ കെട്ടിടത്തിൻ്റെ മുഴുവൻ ഉള്ളൊരു പിക്ചർ ഒരു ഫ്രെയിമിൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം വളരെ നല്ല രീതിയിലാണ് ഇവർ നിർവഹിച്ചിരിക്കുന്നത്. ചരിത്രാതീതമായി ഈ കെട്ടിടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഗൈഡ് ലെന ഞങ്ങളോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഞങ്ങൾ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. തടി കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം വേറെ ഒരു കെട്ടിടവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ളൊരു വലിയൊരു കെട്ടിടത്തിലേക്ക് ആദ്യമായിട്ടാണ് ഞാനും പ്രവേശിക്കുന്നത്. ചരിത്രത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത എനിക്ക് ലെനയോടൊപ്പം നടന്നപ്പോൾ അതിനോട് താല്പര്യം കൂടി വന്നു. പക്ഷെങ്കിൽ ലെന എന്നോട് അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല. പക്ഷെങ്കിൽ അടുത്തുള്ള ഒരു സെക്യൂരിറ്റിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടുകൂടി എന്നോട് ചോദിച്ചു, താങ്കൾ ഇന്ത്യയിൽ നിന്നാണല്ലേ? ഞാൻ ചോദിച്ചു, അതെങ്ങനെ മനസ്സിലായി?
അത് ആ നടത്തവും നോട്ടവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ഭിത്തികൾ എല്ലാം തന്നെ പല രീതിയിലുള്ള ശില്പങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ശില്പത്തിനും ഓരോ കഥകളുണ്ട് പറയാൻ. വീണ്ടും ലെന ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. കേസ് അങ്ങനെ ഇവിടുത്തെ ടൂറൊക്കെ കഴിഞ്ഞു. ആ വോയിസ് ഓവർ അങ്ങനെ ഉണ്ടായിരുന്നു, പൊളിയല്ലായിരുന്നു, ഒരു ചെറിയ സന്തോഷത്തോടെ അങ്ങനെ കളി. അപ്പോൾ ഇനി നമുക്ക് 6:30 വരെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ 6:30 വരെ നിൽക്കുന്നില്ല, എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് സമയവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടികളിലോട്ട് നമുക്ക് കയറണം. നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. മാക്സിമം എല്ലാം കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ ഇവിടുന്ന് കുറേ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് പ്ലാൻ ചെയ്യാം. അടുത്ത പരിപാടി ഒരു പ്ലാനിങ് ഒന്നും ഇല്ല, അങ്ങനെ ഇത് കഴിയുമ്പോൾ അടുത്ത് എന്ന് നിൽക്കുക. കാരണം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അതിലും വരെ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത് അങ്ങ് സെറ്റാക്കി അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു വെള്ളമൊക്കെ മേടിച്ചു. 1-2 കുപ്പി മേടിച്ചു. നല്ല ചൂടാണ്, അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 1 whole day സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു ഫൗണ്ടന്, പിന്നെ ഇവിടെ ഒരുപാട് എല്ലാ ആക്ടിവിറ്റീസ് ലൈക്ക് ഹോഴ്സ് റൈഡ്, എലിഫൻറ്റ് റൈഡൊക്കെ ഉണ്ട്. അത് ഞാൻ ഏതായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ ഈ പാരാസ്ലൈഡിങ് ഒക്കെ, അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതുമായിട്ടാണ് ഈ ഒരു ടെമ്പിളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അപ്പുറത്ത് അവിടെ പാരാസ്ലൈഡിങ് ഒക്കെ നടക്കുന്നത് കണ്ടു. ഇതൊക്കെ ഈ ബീച്ചിൻ്റെ ഭാഗമാണല്ലോ അപ്പുറത്തെ. ഇവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് ഗൈസ് നമ്മുടെ ഗജവീരന്മാർ. അപ്പോൾ ഇതിലെ ചുറ്റിലും ഒന്ന് നടത്തുമായിരിക്കും എലിഫൻറ്റ് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ പക്ഷേ ടൂറിസം എങ്ങനെ ചെയ്യണമെന്നുള്ളത് സത്യം ഇവരെ കണ്ടു പഠിക്കണം. ഇതിനകത്ത് എന്തെല്ലാം സെറ്റപ്പ് ഉണ്ടാക്കാമോ ഇവരുടെ ആ ഒരു ഇതിനകത്തുള്ള ലൈക്ക് ലിമിറ്റിലുള്ള എന്തൊക്കെ ചെയ്യാനൊക്കെ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സെറ്റ്. ഇനി അപ്പുറത്ത് കണ്ട് അവിടെ കുറേ ഹോഴ്സസ് ഉണ്ട്, ഹോഴ്സ് റൈഡ്. പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വേണേൽ എടുക്കാം. അതൊന്നും നേരെ നമ്മൾ എടുക്കുന്നില്ല ഗൈസ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് കേട്ടാൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് വിടുവാണ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഈ ടുക്കിൽ കയറി പോവുക. അപ്പോൾ ഇവിടെ വരുന്നവരാരും ഇത് മിസ് ചെയ്യല്ലേ. ഇതൊരു 500 ബാത്താണ് ഇതിൻ്റെ എൻട്രി. ബട്ട് സ്റ്റിൽ വർത്താണ്, ബിക്കോസ് അവർ ഗൈഡ് നമ്മുടെ കൂടെ വന്ന് എല്ലാം പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവിടെ കാണാൻ അതിൽ ഒത്തിരി ഉണ്ട്. ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഈവൻ വെളിയിലാണെങ്കിൽ പോലും ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നു. എല്ലാം മൊത്തം തടിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതാണ് എടുത്തു പറയേണ്ടത്. ഇവർ ഭയങ്കര ഹാർഡ് വർക്കേഴ്സുമാണ്, ഭയങ്കര കഴിവുള്ളവരും ഈ തായ്ക്കാരെന്ന് പറയുന്നത്. അവിടെ കാർപ്പൻറ്റേഴ്സ് ഇരുന്ന് പണിയുന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് ഇല്ല. ഈവൻ കാനഡയിലൊക്കെ കാർപ്പൻറ്റേഴ്സിന് നമുക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പോകാം ഗൈസ്. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല. കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്, അകത്തൊക്കെ ഇന്ന് കുറേ കൂടെ പിക്ചേഴ്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ടൈമാണ് ഇല്ലാത്തത്. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോടൊക്കെ ചെയ്ത് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ടെർമിനൽ 21 എന്ന് പറഞ്ഞാൽ മോളിലോട്ട് പോവുക. അവിടെ പോയിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. പിന്നെ നൈറ്റ് പട്ടായ ബസാറിൻ്റെയൊക്കെ നൈറ്റ് മാർക്കറ്റിൻ്റെയൊക്കെ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. അതും നൈറ്റ് പോകണം എന്തായാലും. അതിന് മുമ്പായിട്ട് ഇപ്പോഴും അവിടെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ടുക്ടുക്കെ കയറി നമ്മളൊക്കെ പോവുകയാണ് ഗൈസ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതാണ് ടുക്ടുക്ക് എക്സ്പീരിയൻസ്. ടുക്ടുക്ക് നല്ല പേര്, ടുക്ടുക്ക്. ഇവിടുത്തെ പണികളൊക്കെ നടക്കാനുള്ള തടികളൊക്കെ ഇവിടെ കൊണ്ടുപോയി. ഇവിടെ ഒരു മിനി ഇത് സൂ ഉണ്ട്. സൂ അത് ലൈക്ക് കൂടുതൽ വൈൽഡ് ആനിമൽസ് ഒന്നും അല്ല. അടുത്ത ബാച്ച് ഓഫ് ആളുകൾ ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ അത് ആക്ച്വലി ക്രൗഡഡ് കേട്ടോ ഈ സ്ഥലം. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട്. വീക്കെൻഡൊക്കെയാണ് അത്യാവശ്യം നല്ല ആളായിരിക്കും. വീക്ക് ഡേ ആയിട്ട് എത്രയും. നമ്മളങ്ങനെ ടെർമിനൽ 21 എന്ന് പറഞ്ഞ് മുകളിലോട്ട് വന്നു കേസ്. അതാകുമ്പോൾ ഇച്ചിരി ഒന്ന് കാറ്റൊക്കെ കൊണ്ട് അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നുള്ള സെറ്റപ്പിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ ടെർമിനൽ 21 എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു എയർപോർട്ടിൻ്റെ ഒരു തീമിലുണ്ടാക്കിയിരിക്കുന്ന മോളാണ്. നമ്മൾ ആ ബാങ്കോക്കിലും ഉണ്ട് ഈ സെയിം ടെർമിനൽ 21 എന്ന് പറഞ്ഞ് തന്നെ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കയറി നോക്കാം. അങ്ങനെ മോള് ഇപ്പോഴാണ് കൈസ് തുറന്നത്. നമ്മൾ ജസ്റ്റ് വന്നൊരു 5 minutes വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ താഴത്തെ ഫ്ലോർ എന്ന് പറയുന്നത് പാരീസിൻ്റെ തീമിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഐഫിൽ ടവർ ആദ്യമേ കാണുന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒറിജിനലാണ്, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആകാനേ ചാൻസ് ഉള്ളൂ.
ഗ്രൗണ്ട് ലെവൽ പാരീസ് ആയിരുന്നു, മെയിൻ ലെവൽ ലണ്ടനാണ് ഗൈസ്. അപ്പോൾ ലണ്ടൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ. ഇവിടെ ആക്ച്വലി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സും ഉണ്ട് ഗൈസ്. ഇവിടെ സ്കെച്ചേഴ്സ്, ചാമ്പ്യൻ, ഇതിൻ്റെ എല്ലാം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സും ഉണ്ട്. പക്ഷേ മറ്റേ മുമ്പ് നമ്മൾ കണ്ട ഷൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കൗണ്ടർ വെച്ച് അവിടെ വിൽക്കുക. അപ്പോൾ അതെനിക്ക് ഡൗട്ടുണ്ട് അത് ഒറിജിനലാണോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ നമുക്ക് എപ്പോഴും ക്യാഷ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേസ് ഇവിടെ ആവശ്യത്തിന് നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താൽ മതി. അല്ല ഒരുപാട് ക്യാഷ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എല്ലായിടത്തും എക്സ്ചേഞ്ച് ഉണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കിട്ടിയത്. താങ്ക് യു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു ടുക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് ബസാറിലോട്ട് പോവുക. നൈറ്റ് മാർക്കറ്റ്, പിന്നെ പട്ടായ നൈറ്റ് മാർക്കറ്റിലോട്ട് തന്നെ. അതൊരു ബസാറാണ്. അവിടെ ആക്ച്വലി ഈ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസിൻ്റെ ഒരു വലിയ കമ്പനിയെ ഷെയറിനുണ്ടെന്ന് പറഞ്ഞു. അവിടോട്ടൊന്ന് പോയി നോക്കാൻ. സെറ്റ് ടുപ്ലിക്കയിലാണ്. ടുപ്ലിക്ക ഇങ്ങനെ നിന്ന് പിടിച്ചു നിന്നാണ് പോകുന്നത്. സെറ്റ്. ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും നാളത്തോട്ട് കിട്ടത്തില്ല. ഈ കാണുന്നതാണ് ഗൈസ് പ്രശസ്തമായ പട്ടായ ബീച്ച്. നമ്മൾ ഈ ടുക്കിലൂടെ പട്ടായ ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും ഇവിടെ അടുത്താണ്. ഇവിടെ നമ്മളൊന്ന് ഇറങ്ങുക. ഏതായാലും ഇവിടെ പട്ടായ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം. ഏതായാലും വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. നൈറ്റ് വന്നിട്ട് കാര്യമുള്ളൂ. മറ്റു വന്ന് ഇന്ന് നൈറ്റ്. അങ്ങനെ നമ്മൾ നൈറ്റ് മാർക്കറ്റിലേക്ക് വന്നു കേസ്. പട്ടായ നൈറ്റ് ബസാർ. ഇവിടെ എല്ലാ ഐറ്റത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കാം. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതായിട്ട് നമ്മൾ ഒഴിവാക്കണ്ട. ഇതാണ് കേസ് നമ്മുടെ ബാങ്കോക്കിൻ്റെ വൈറൽ സ്റ്റഫ്. ഒരു അമൃതാഞ്ജനം പോലത്തെ ഐറ്റം. അതേ കുറച്ച് മേടിച്ചുകൊണ്ട് പോകണം. ഇവിടെ ആക്ച്വലി കേസ് ബാഗ്സൊക്കെ കണ്ടില്ലേ? ഏത് ബാഗ്സിൻ്റെയും കോപ്പി ഇവിടെ ഉണ്ട്. ലൂയി വിറ്റോണ്, മൈക്കിൾ കോർ, ഗുച്ചി, ഏത് ഐറ്റം വേണേലും. കൂടുതലും ബാഗ്സും ചെരുപ്പും ഒക്കെയാണ്.